കൈകോട്ടിൻ്റെ ഒരു കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു മീൻ പൊരിച്ചതാണ്. ഒരു സംഭവം എടുത്തിട്ട് മീനിൻ്റെ രുചിയിൽ ഞാനത് വറുക്കണം. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ സൂപ്പറാണ്. പിന്നെ വലിയവർക്ക് ഇത് കാണുമ്പോൾ തന്നെ തിരിയും, എങ്കിലും അവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ഞുള്ള മഞ്ഞൾപ്പൊടി എടുത്തു, ഒരു ഇച്ചിരി കാശ്മീരി ചില്ലിപ്പൊടി എടുത്തു. അത് തിരുമ്മി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും അതിനെടുത്തു. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നന്നായിട്ട്, ഇത് മിക്സിയിൽ ചതച്ച് കഴിഞ്ഞാലത് കിട്ടുകയില്ല. അതുകൊണ്ടിട്ട് ഞാൻ നല്ലതുപോലെ ഇടികല്ലി വെച്ച് അങ്ങോട്ട് ചതച്ച് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ച് ഞാൻ പിന്നെ ഒരു തുള്ളി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ, പിന്നെ ആ മീനെ പരട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി വിനാഗിരി. അത് ഇത് കൂട്ട് മീൻ പൊള്ളിക്കുമ്പോൾ, പച്ചമീൻ പൊള്ളിക്കുമ്പോൾ ഇച്ചിരി വിനാഗിരി എടുക്കുന്നത് സാധാരണ. അപ്പോൾ ഈ വിനാഗിരി അത് ഒരു 1.5 സ്പൂൺ വിനാഗിരി എടുത്ത്, ചെറിയ സ്പൂണിന് ആ മുളകൊക്കെ ഒന്ന് നനഞ്ഞ് അതൊന്ന് അങ്ങനെ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ മീനിൻ്റെ കൂട്ടാണ്. ഇത് എന്ത് മീന്, പിന്നെ വറുക്കാനുള്ള പൊരിക്കാനുള്ള മീനിൻ്റെ ഒരു കൂട്ടാണ് ഇത്. നിങ്ങളുമൊക്കെ ഇങ്ങനെ ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ മീൻ എടുക്കട്ടെ. എൻ്റെ മീൻ കേട്ടോ, ഇതെങ്ങനെയാണ് ഞാൻ അരിയാൻ പോകുന്നത്. ഇച്ചിരി കട്ടിയിൽ അരിയണം. ഇതൊരു മീൻ കഷ്ണം പോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കൊച്ചുമക്കളൊക്കെ, കുഞ്ഞുമക്കൾ, അതായത് ചെറിയ മക്കളൊക്കെ എനിക്ക് മീമി വേണമെന്ന് പറഞ്ഞ് കരയല്ലേ. അപ്പം ചിലപ്പോൾ കടയിൽ ചെല്ലുമ്പോൾ ഇനിയിപ്പം മീനിന് ഭയങ്കര വറുതി ആകുന്ന സമയമാണിത്. അപ്പോൾ അവർ കിടന്ന് കരയുമ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി അവരെ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല രസമാണ്. മീൻ പോലെ ഞാൻ മീനിന് വേണ്ടതായ എല്ലാ സാധനങ്ങളും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഇച്ചിരി കട്ടിയിലെടുക്കണം, കാരണം ഇത് പൊരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടില്ല. അപ്പം ഞാനിത് ഈ മുളക് ഇതിനകത്തോട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഓരോന്നും എടുത്തിട്ടും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. കാരണം ഒത്തിരി കുഞ്ഞുമക്കൾക്ക് ഒത്തിരി മുളകൊന്നും വേണ്ട, എന്നാലും നമുക്ക് ആ പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിക്കണമെങ്കിൽ ഇതിലോട്ട് ഇച്ചിരി ഇത് തേച്ച് ഇങ്ങനെ നമ്മളങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ മുളക് തിരുമ്മി എടുത്തു. ഇനി ഒരു 5 മിനിറ്റ് ഇതോടെ ഇരിക്കട്ടെ. കാരണം ഇതിൽ ഇച്ചിരി ഉപ്പും വിനാഗിരി എല്ലാം ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്കിത് ചൂടാക്കാൻ. അതിനായിട്ട് ഞാനൊരു പാന അടുപ്പത്ത് വെച്ചു. ഇനി അതിൻ്റെ അടിയിൽ തീ കൊടുക്കട്ടെ. ഞങ്ങളൊക്കെ ഇതിനകത്ത് ഈ വറക്കുമ്പോൾ ഇച്ചിരി കരിയാപ്പിലൊക്കെ ഇടും. അതേപോലെ നമ്മൾ ഇതിനകത്ത് കരിയാപ്പിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. ഇനി ഞാനിത് ഓരോന്നായിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി. അത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റിയതാണ്. കഴിക്കുകയും ചെയ്യാം. പിന്നെ അവരോട് മീനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. കുഞ്ഞുമക്കളോട് വേണമെങ്കിൽ അറിഞ്ഞുകൂടാത്ത 1.5 വയസ്സോ 2 വയസ്സൊക്കെ ആയി ഒക്കെ നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ മീമി എന്ന് പറയുമ്പോൾ നമ്മളിത് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഇച്ചിരി നുള്ളി അവരുടെ നാവിൽ വെച്ച് കൊടുത്താൽ മീമിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. പിന്നെ ഇത്
നല്ല ഇതല്ലേ, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, വലിയവർക്കും കഴിക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ നമ്മളങ്ങോട്ട് വറുത്തെടുക്കുക. ഇത് വറുക്കുമ്പോൾ തന്നെ ഇത് മീനിൻ്റെ മണമാണ് വരുന്നത്. അങ്ങനെ ഞാൻ മീൻ പൊടിച്ച് എടുത്തു. നല്ല ടേസ്റ്റുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ നുള്ളി ഇതിങ്ങനെ കൊടുക്കാൻ പറ്റും. കുഞ്ഞുമക്കൾക്ക് ആകുമ്പോൾ ഇങ്ങനെ പച്ചമുളക് അതിനകത്ത് വറക്കരുത്, എരിവൊക്കെ കുറച്ച് ഇത് ആക്കണം. കാരണം അവർക്ക് എരിയില്ല. വലിയവരാണെന്ന് കുഴപ്പമില്ല. 2 പച്ചമുളക് കൂടെ ഇങ്ങനെ വറുത്താൽ അതിൻ്റെ അരിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല കുഞ്ഞിക്കിനൊരു പുളിയും നല്ല ടേസ്റ്റുണ്ട്. ഇതായിരിക്കും ഇന്ന് ഞങ്ങളുടെ ചോറിൻ്റെ കറി. ഞങ്ങൾ മീൻ കഴിച്ച് മടുത്തു, അതുകാരണം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ചോറിൻ്റെ കറി ഇതാണ്. നല്ല ചൂടോടുകൂടി ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.